ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മന്തി ഉണ്ടാക്കുന്നതിന് കാണിക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ആദ്യത്തേത് ഉപ്പ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് മസാല ക്യൂബ്, ചിക്കൻ ക്യൂബ്, മന്തിയുടെ ക്യൂബ്, പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ കുരുമുളക് പൊടിച്ചതാണിത്, പിന്നെ നമ്മൾ മന്തി മസാല, പിന്നെ ഇത് ഏലക്ക, പിന്നെ കറുവപ്പട്ട, അങ്ങനത്തെയൊക്കെ മിക്സ് ആയിട്ടുള്ളത്, പിന്നെ ഉള്ളിയും ഇഞ്ചിയും, പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും, പിന്നെ ഉടകിയ നാരങ്ങ നമ്മൾ മന്തി ചേർക്കാനുള്ള, പിന്നെ നെയ്യ്, പിന്നെ വന്നിട്ട് നമ്മുടെ എണ്ണ, വെളിച്ചെണ്ണ, സോസ്, പിന്നെ അരി, ചിക്കൻ, ബസ്മതി റൈസും ചിക്കനും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇത് ഉണ്ടാക്കാനുള്ള സാധനം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇനി ഉണ്ടാക്കുന്നത് നോക്കാം. അരി നമ്മൾ വെള്ളത്തിൽ ഇട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തതാണ്. നമ്മൾ 3 പ്രാവശ്യം പിന്നെ കഴുകി എടുത്തതാണ്. ചിക്കൻ നമ്മൾ വെള്ളത്തിട്ട് വൃത്തിയാക്കിയ ചിക്കനും നമുക്കിത് ഉണ്ടാക്കാം. ഒരു മസാലയൊക്കെ തയ്യാറാക്കാം. അതിനായിട്ട് ഇത് നമ്മൾ വരുന്നത് ആദ്യമേ നമ്മൾ മിക്സിയിലോട്ട് ഇഞ്ചി ഇടണം. അതിനുശേഷം വെളുത്തുള്ളി ഇടണം. ഇത് കടയിൽ നിന്ന് വെച്ച മസാലയാണ് മന്തിയുടെ, അത് ചേർക്കണം. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കണം. പിന്നെ ചേർക്കുന്നത് കുറച്ച് മറ്റേ കുരുമുളക് പൊടിച്ചതാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പൊടിച്ചത്. കുരുമുളക് പൊടിച്ചിട്ടായാലും മതി, വീട്ടിൽ തന്നെ പൊടിച്ചു. ഇത് നമ്മൾ കുരുമുളക് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചാൽ പൊടിച്ചത്. നമുക്കിത് അടയ്ക്കാം. അതിലോട്ട് കുറച്ച് ഉള്ളിയും ഇഞ്ചിയും കൂടെ ചേർക്കണം. എന്നിട്ട് കുറച്ച് ഓയിൽ ചേർക്കണം. അത് സൺഫ്ലവർ ഓയിലാണ് ചേർക്കാൻ നല്ലത്. അതിന് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒരു 3 ടീസ്പൂൺ നമ്മൾ ചേർത്ത്, ഉപ്പ് നമ്മൾ ചേർത്തായത് എല്ലാം കൂടെ നടിക്കണം. അപ്പം നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാം. നമ്മൾ നേരത്തെ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് വെച്ചത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അരഞ്ഞത്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ ചിക്കനിലോട്ട് ചേർക്കാം. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ കുഴിമന്തിയുടെയൊക്കെ പീസ് കുറച്ച് വലുതാണ്, നമുക്ക് ചെറുതാണ് എടുത്തത്. നിങ്ങൾക്ക് കുറച്ച് വലിയ പീസൊക്കെ ചെന്ന് പറഞ്ഞാൽ മതി, നല്ല വലിയ കുറേ പീസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാം. എല്ലാവരും അതാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ ഇത് നമ്മൾ കൊടുത്തേക്കാം. അപ്പോഴേക്കൊന്ന് കയറി ഒന്ന് നോക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ മിക്സ് ചെയ്യാം.
ഇതിന്റെ മുമ്പേ ഒരു നാടിന്റെ ഭംഗി എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. ലൈക്ക് ഒക്കെ ചെയ്യണം. കേറി കാണാത്തവര് ഒന്ന് പോയി കാണും. കുറച്ച് മുമ്പേ ആണ് ഇട്ടത്. ഒരു മണിക്കൂർ പോലും ആയില്ല അപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട്. ഈ ഒരു വീഡിയോ ഇടുന്ന സമയം. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ ചിലപ്പോ നാളെയാവും, ചിലപ്പോ ഈ വീഡിയോ വരുമ്പോ ചിലപ്പോ രാത്രി 12 അതെ. നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് മസാല. ഇതൊരു അരമണിക്കൂർ കൂടി പോയ റെസ്റ്റിങ്ങിന് കൊടുക്കണം. നമുക്കിതൊരു പാത്രം അടച്ച് വെക്കാം. പിന്നെ നമുക്ക് അടുത്ത അരിയാണ്. നമ്മുടെ അരിയൊക്കെ നോക്കാം. അരി അതിന് വേണ്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസിൻ്റെയാണ് പരിപാടി. ഇനി നമുക്കുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് അതിനായിട്ട് നമ്മൾ നെയ്യൊന്ന് ഒഴിക്കാം. പാലോ അതിലോട്ട് നമുക്ക് ഫോൺ ഇച്ചിരി പുറകിലോട്ട് അതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് ഇച്ചിരി മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും ചേർക്കാം. കുറച്ച് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താവുന്ന രീതിയിൽ. കരിയുണ്ട് ഒരുപാട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിനകത്ത് ഓൾറെഡി ഫ്രൈ ആയി. ഇനി നമ്മൾ ചോറിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ചോറിൻ്റെ പരിപാടിയായിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം നമ്മൾ പാത്രത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറുവപ്പട്ട അങ്ങനത്തെയൊക്കെ ചേർക്കാം. അതിനായിട്ട് നമ്മൾ ഇവിടെ വേരി ലീഫ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതിനായിട്ട് നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ ഇങ്ങനത്തെ തടി പോലത്തെ സാധനം, ഈ തടി പോലത്തെ സാധനം നമുക്ക് ചേർക്കാം. ഇതൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ ഇനി നമുക്ക് ഇത് ചേർക്കാം. നമ്മുടെ മസാലക്കൂട്ട് മേടിച്ചാൽ മതി നിങ്ങളെല്ലാം. മസാലക്കൂട്ടുണ്ട്. അപ്പം അത് വാങ്ങിക്കുന്ന അതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ട്. ഇതേപോലത്തെ സാധനം ഈസ്റ്റ് പൊടി പോലത്തെ അതിൻ്റെ വേറെ ഇത് അത് നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രാമ്പു എല്ലാം കൂടെ നമ്മൾ സ്റ്റാർ പോലത്തെ അതൊക്കെ ചേർത്ത് നമുക്ക് ബിരിയാണി കറുവപ്പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെയൊക്കെ നമുക്ക് ഇതിൽ ചേർക്കണം. പിന്നെ ഈ ഒരു ലീഫ് നമുക്ക് ചേർക്കാം.
നമ്മൾ ഗ്യാസ് ഫുള്ളാണ് ഇട്ടേക്കുന്നത്. അതിൽ കിട്ടുന്ന എല്ലാം നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ കിട്ടുന്ന എല്ലാം നമ്മൾ കുഴിമന്തിയിൽ ചേർത്തു. ഏലക്ക നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇത് കുരുമുളകോ? അപ്പം ഇതും കൂടെ ചേർക്കാം. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇരുട്ട് രാത്രിയാണ്. അവിടെ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ ചെറിയ ജീരകം വേണമെങ്കിൽ ചേർക്കാം. ചെറിയ ജീരകം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഉണ്ടെങ്കിൽ ടേസ്റ്റ് കിട്ടുമായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്തോ. പിന്നെ നമുക്ക് ആ ഒരു ഇത് ചേർത്ത് ഇതും കൂടെ ഇട്ട് ബേ ലീഫ് ഇട്ട് നമുക്കിനി നാരങ്ങ നമ്മൾ ഉണങ്ങിയ നാരങ്ങ ഇത് നമുക്കൊരു കടയിൽ തന്നെയാണ് ഉണങ്ങിയ നാരങ്ങ. അപ്പം അതും ഇട്ട് നമുക്ക് ചോറിൻ്റെ അരി ഇടണം. കുറച്ച് ചൂടായിട്ട് ഇടാനായിരുന്നു. അപ്പം ചോറിൻ്റെ അരി ഒരു മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കഴുകിയെടുത്ത് അതിട്ടത്. അപ്പം ഈ ചോറ് തരി കൂടി ഇട്ട് കൊടുക്കാം. ഇതും പിന്നെ ഇതിൻ്റെ അകത്ത് കിട്ടിയതാണ് ബോൾ പോലത്തെ സാധനം. അപ്പം അതുകൂടി ഇട്ട് അരിയും കൂടി ഇട്ട് നമുക്ക് അടച്ച് വെക്കണം. ഇനി നമുക്കിന്ന് അടച്ച് വെക്കാം. അപ്പം നമ്മുടെ അരി ഇത് തന്നെ എത്ര മണി ഒരു 5 മിനിറ്റ് നമ്മൾ ോളം എന്തുവാ 5 മിനിറ്റ് നമ്മൾ വെക്കണം. അതിൽ കൂടുതൽ വെക്കേണ്ട വരും. 5 മിനിറ്റ് ഇതിൻ്റെ ഗൈസ്, ഇനി നമ്മൾ മന്തിയിൽ ചിക്കനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ചെയ്യാൻ നമ്മൾ ഒരു പാത്രത്തിലോട്ട് ചിക്കൻ നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച മസാലയുമായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് വിടർത്തി അതിടണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ഇനി നമുക്ക് അതിനെ അപ്പം നമ്മൾ ഇനി ചിക്കന് ആക്കാൻ നമ്മളപ്പം ചോറ് അപ്പം ഇനി നമ്മൾ ചോറിലോട്ട് നമ്മൾ ചിക്കൻ വെന്ത ചിക്കൻ തട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഒരു 5-10 മിനിറ്റ് ഗ്യാസിൽ തന്നെ വെക്കണം. നമുക്കതിന് തട്ടാം. ബാക്കി നമ്മൾ തട്ടി കൊടുത്ത് ചോറിന് അപ്പോഴേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പും അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ എല്ലാം കൂടെ ചേർത്ത് ഇട്ടിട്ടുണ്ട്.
അപ്പം ഇനി ഇത് എടുക്കാൻ നേരം കാണാം. ഇത് അടച്ചു വെക്കാൻ പോവുക. നമ്മുടെ ഇനി കുഴിമന്തിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി. അപ്പോൾ അത് നമ്മുടെ കുഴിമന്തി നമുക്കിത് ഇറക്കാം. ഇതൊക്കെ നോക്കാം ഇനി ഇതിൻ്റെ ബാക്കി. നമുക്ക് അപ്പം ദേ നമ്മുടെ ഇവിടെ കുഴിമന്തി ഇതുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ അപ്പം നമുക്ക് ഇനി നമ്മുടെ നാരങ്ങയൊക്കെ ഇവിടെ ഉണ്ടോ നോക്കാം. നമ്മൾ കളറൊന്നും ആഡ് ചെയ്തില്ല. പിന്നെ കളറില്ല, ഇത് വൈറ്റ് കളറാണ്. ഇത് കളറ് ചിക്കനൊക്കെ വല്ലതും നമുക്ക് നോക്കാം. മഴ നമുക്ക് വരുത്തില്ല, കാരണം ചോറ് ഒക്കെ ഇതാണ്, മസാല ഇല്ല അകത്ത്. റോഡിൽ മണം വരി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചോറ് കറക്റ്റ് വെന്തിട്ടുണ്ട്. സ്കൂൾ വെച്ചൊക്കെ ഒന്ന് ബാക്കിയിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ മയോണൈസ് നേരത്തെ ഉണ്ടാക്കിയായിരുന്നു. ഇനി ഇത് റെസിപ്പി വേണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ സോസും ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഇതൊക്കെ ഇളക്കാം. നമ്മുടെ നാരങ്ങായും ഒക്കെ ഇട്ട് നമുക്ക് ചിക്കന് ചിക്കൻ നോക്കാം. നമ്മുടെ ചിക്കൻ കാലൊക്കെ ചിക്കൻ പീസൊക്കെ പുറത്തു വന്ന് നമുക്കെല്ലാം ഒന്ന് മിക്സ് ആക്കല്ലേ. പോയി വിളിച്ചോണ്ട് പാത്രം എടുത്തോ. പാത്രം നമ്മുടെ മന്തി ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ടേസ്റ്റ് കൊടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയ മയോണൈസ്, പിന്നെ നമ്മൾ കെച്ചപ്പ്, ചിക്കൻ. കുഴപ്പമില്ല, എന്നാലും നമ്മളെ മയോണൈസിന് കുറച്ച് മധുരമായിരിക്കും. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ചോറൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. ചിക്കന് വലിയ ടേസ്റ്റ് വ്യത്യാസം നല്ലതാണ്. പക്ഷേ മയോണൈസിന് കുറച്ച് മധുരമായിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.